ബോർഡിങ്ങിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് കഥകളുണ്ടാവും. ഭയങ്കര രസകരമായ കഥകളുണ്ട്, സങ്കടകരമായ കഥകളുണ്ട്, ഭയാനപ്പെടുത്തുന്ന കഥകളുണ്ട്. അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉള്ളതാണ് ഈ ബോർഡിംഗ് ജീവിതം എന്ന് പറയുന്നത്. അതിൽ ജീവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ആ മധുരമേറിയ നൊമ്പരമേറിയ ആ ഒരു അനുഭവം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഹോസ്റ്റലൊന്നുമല്ല, ശരിക്കും നല്ല സ്ട്രിക്റ്റ് ബോർഡിങ്ങിൽ പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഞങ്ങൾക്ക് എല്ലാ ശനിയാഴ്ച, ഞാൻ പഠിച്ചത് നിക്കോൾസൺ സിറിയൻ ഗേൾസ് ഹൈസ്കൂളിലാണ്. അപ്പോൾ അവിടെ എല്ലാ സാറ്റർഡേയുമാണ് വിസിറ്റേഴ്സ് വരുന്നത്. വിരുന്നുകാരല്ലേ, വിസിറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ വിസിറ്റേഴ്സ് എങ്ങനെ, ഇപ്പം സാറ്റർഡേ ദിവസം എന്ന് പറയുമ്പോൾ ക്ലാസ് ഉണ്ടാവത്തില്ല. അന്ന് എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ക്ലാസ് റൂമിലിരുന്ന് എല്ലാവരും യൂണിഫോം ഇട്ടിരുന്ന് എല്ലാവരും പഠിക്കുകയാണ്. നമ്മൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെ തന്നെ. പക്ഷേ ഈ ക്ലാസ്സസ് നടക്കുന്ന സമയത്ത് എല്ലാവരും ഓരോ ബുക്ക് എടുത്ത്, ഓരോ പീരീഡ് എന്ന് പറയുന്നത് ഓരോ ബുക്ക് എടുത്ത് ഇങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. അതിന് പ്രീഫെക്ട്സോ അല്ലെങ്കിൽ ക്ലാസ് മോണിറ്റേഴ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ക്ലാസ്സിലിരിക്കും. രാവിലെ തൊട്ട് ഉച്ച വരെ പഠിക്കുക, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് വീണ്ടും ഇരുന്ന് പഠിക്കുക. ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ, ഈ വിസിറ്റേഴ്സ് വിരുന്നുകാരെ വിളിക്കാൻ വേണ്ടി ഒരു 5-10 പിള്ളേരെ ഈ സാറക്കൊച്ചമ്മയുടെ ഓഫീസിൻ്റെ സൈഡിൽ ഒരു ടേബിൾ ഇട്ടിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഈ പിള്ളേരുടെ ജോലി എന്ന് പറയുന്നത്, ഈ പേരൻസ് അവിടെ വന്നിട്ട് സാറക്കൊച്ചമ്മയുടെ അടുത്ത് വന്നിട്ട് പറയും 6Bയിലെ രശ്മിയെ കാണാനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറക്കൊച്ചമ്മ പുറത്തോട്ടിറങ്ങി വന്ന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊച്ചമ്മമാർ പുറത്തോട്ടിറങ്ങി വന്നിട്ട് ഈ വിരുന്നുകാരെ വിളിക്കാൻ ടേബിളിൻ്റെ ചുറ്റിന് വരുത്തിയിരിക്കുന്ന പിള്ളേരോട് പറയും 6Bയിലെ രശ്മിക്ക് വിസിറ്റേഴ്സ് ഉണ്ടെന്ന് പറയാൻ. അന്നേരം ഇത് വാണം വിട്ട പോലെ ഓടിയിട്ട് അത് എവിടെ നിന്ന് വെച്ചിട്ടാണ് ഈ രശ്മി, ക്ലാസ് റൂമിലുണ്ടോ, ഡോർമിറ്ററിയിലുണ്ടോ, അതോ ഗ്രൗണ്ടിലാണോ, അതോ എവിടെയാണ്, ഏത് സ്ഥലത്താണെന്നൊന്നും നമുക്കറിയത്തില്ല. എവിടാണേലും ഓടി എത്തുക എന്നുള്ളതാണ്. ഓടി എല്ലാ സ്ഥലങ്ങളിലും പോയി ഈ ആളെ കണ്ടെത്തിയിട്ട് അവിടെ ദൂരെ നിന്ന് വിളിക്കും. ഡോർമിറ്ററി ആണെങ്കിൽ ഡോർമിറ്ററിയുടെ ഒരറ്റത്ത് നിന്നിട്ട് ഉറക്കെ വിളിക്കും 6Bയിലെ രശ്മിക്ക് വിസിറ്റേഴ്സ് ഉണ്ട്, വിസിറ്റേഴ്സ് ഇങ്ങനെ പറയും. അങ്ങനെ കേൾക്കുന്ന ഉടനെ 6Bയിലെ രശ്മി പെട്ടെന്ന് സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച്, പെട്ടെന്ന് ചിലപ്പം കുളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് റെഡിയായിട്ട് നേരെ വിസിറ്റേഴ്സിനെ കാണാൻ വേണ്ടി സാർക്കോച്ചമ്മയുടെ അവിടെ ഫ്രണ്ടിൽ ഒരു തിണ്ണയുണ്ട്. ആ തിണ്ണയുടെ അവിടെയാണ് എല്ലാ പേരൻസും വന്നിരിക്കുന്നത്. ഇനി ഇവിടം വരെ വളരെ കറക്റ്റാണ്, ഇവിടം വരെ വളരെ ശരിയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 6Bയിൽ 2 രശ്മി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? രശ്മി 6 ഉണ്ട്, രശ്മി Pയും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6Bയിലെ രശ്മിക്ക് വിസിറ്റേഴ്സ് ഉണ്ടെന്നേ പറയത്തുള്ളൂ. 6ഉം P ആണെന്ന് ഈ പിള്ളേർ പറയാൻ നിൽക്കുന്നില്ല. ചിലപ്പോൾ വിട്ടുപോകും. ചില പിള്ളേർ, ഇച്ചിരി സൂക്ഷ്മതയുള്ള പിള്ളേർ, ഇച്ചിരി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള പിള്ളേർ കൊച്ചമ്മയോട് ചോദിക്കും, കൊച്ചമ്മയെ രശ്മി P ആണോ രശ്മി 6 ആണോ എന്നൊന്ന് ചോദിക്കാൻ പറയും. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ബാക്കിയുള്ളവർ കേട്ട പാടെ വാണം വിട്ട് ഓടുകയാണ്. വാണം പോലെ അങ്ങ് എന്നിട്ട് ഓടി ചെന്നിട്ട് പറയും 6Bയിലെ രശ്മിക്ക് വിസിറ്റേഴ്സ്. അപ്പോൾ 2 രശ്മിമാർ ഒരുങ്ങി വരും. അവിടെയാണ് കഥ മാറുന്നത്. ഈ 2 രശ്മിമാർ ഒരുങ്ങി വന്ന് അതിലൊരു രശ്മിക്ക് വിസിറ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ ആ മറ്റേ രശ്മിയുടെ സങ്കടം ഒന്ന് കാണണം. അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ബോർഡിംഗ് ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഈ വിസിറ്റേഴ്സ് ഡേയിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പിള്ളേർ സങ്കടപ്പെടുന്ന കണ്ടിട്ടുള്ളത്. അടുത്ത ആഴ്ച വരാം എന്ന് പറഞ്ഞ വ്യക്തികൾ എന്തെങ്കിലും കാരണത്താൽ വരാതിരിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും പനി വന്ന് വരാതിരിക്കുകയോ, പിന്നെ ചിലർ ഗൾഫിലായിട്ടുള്ളവർ മക്കളെ കാണാൻ വരാൻ പറ്റാത്തവരുണ്ട്. പിന്നെ ഹസ്ബൻഡും വൈഫും തമ്മിൽ പിരിഞ്ഞ് ഡിവോഴ്സ്ഡ് ആയി പോയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്നവരുണ്ട്. ഒരാൾ സാറ്റർഡേ വരും, അടുത്ത ആൾ അടുത്ത സാറ്റർഡേ വരും. എന്താ കാര്യം എന്ന് പിള്ളേർക്ക് അറിയാത്തവർ. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അടുത്ത ആഴ്ച എന്തും സംഭവിക്കാം. എന്ത് സംഭവിച്ചാലും ഒരു ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്, അടുത്ത ശനിയാഴ്ച ഞാൻ റൂമിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ 6Bയിലെ സൂസന് വിസിറ്റേഴ്സ് ഉണ്ട് എന്ന് ആരേലും വന്ന് പറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. വരുന്ന ആളുകൾ നമ്മൾ കാണണം. അതായത് ആ തിണ്ണയിൽ വന്നിരിക്കുമ്പം ഈ പിള്ളേരിങ്ങനെ ഈ ചിമ്പാൻസി കുഞ്ഞ് അതിൻ്റെ അമ്മയെ ഇങ്ങനെ ഒട്ടി പിടിച്ചിങ്ങനെ അള്ളിയിരിക്കുന്നത് പോലെയാണ് ഓരോ പിള്ളേർ പേരൻസിനെ അള്ളിയിരിക്കുന്നത്. അതുപോലെ വിഷമമാണ് അവർ പോയി കഴിഞ്ഞാൽ. ബോർഡിംഗ് ജീവിതം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഫീലിംഗാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇവരെ കാണാൻ വരുന്നതും കൂടെ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ, അതും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമം തന്നെയാണത്. പക്ഷേ അതിൻ്റെ അപ്പുറം വിഷമം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. ഈ ആഴ്ച വന്നില്ലേൽ എന്താ, അപ്പോൾ ഞങ്ങളെല്ലാം ആശ്വസിപ്പിക്കും, സാരമില്ലടോ ഈ ആഴ്ച വന്നില്ലേൽ എന്നാ, അടുത്ത ആഴ്ച വരും. ചില പിള്ളേർ ഇങ്ങനെ ചെയ്യും,
3 ആഴ്ച അടുപ്പിച്ച് ആരും കാണാൻ വന്നില്ല, വിസിറ്റേഴ്സ് ആരും വന്നില്ലെങ്കിൽ, ഇപ്പോൾ എൻ്റെ പേരൻസ് വരികയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ആരും വന്നില്ലെങ്കിൽ ഞാൻ ഈ ആരും വരാത്ത ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ട് എൻ്റെ പേരൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവർ വർത്തമാനം പറയുകയും എന്നൊക്കെ ഉണ്ട് മോളെ വിശേഷം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പം അതൊരു ആശ്വാസമാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന പിള്ളേരുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. പേരൻസ് വരാത്ത, ഗൾഫിൽ നിന്ന് വരാത്തവർ, അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സായ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട്. അപ്പം ഇതൊരു ഓർമ്മയാണ്, എന്നെ ഒരുപാട് വിനയത്തിലേക്ക് കൊണ്ടെത്തിച്ചതും മനുഷ്യരുടെ മൂല്യത, പേരൻസിൻ്റെ മൂല്യത ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിച്ച് തന്നിട്ടുള്ള ഒരു ഏരിയ, എൻ്റെ ലൈഫിലെ ഒരു ഏരിയയാണ് ഈ വിസിറ്റേഴ്സ് കാണാൻ വരുന്നത്. എന്തും സംഭവിക്കാവുന്ന ഒരു ശനിയാഴ്ച. അപ്പം എല്ലാം ശുഭം.